ദൃശ്യം 3 100 കോടി എത്തിയോ എന്നാണ് എല്ലാവരും അറിയാൻ വേണ്ടി ഉറ്റുനോക്കുന്നത്. 3 ദിവസം കൊണ്ട് 100 കോടി കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. ഏകദേശം 100 കോടി ഇന്ന് കടക്കും. ഇപ്പം ഫ്രീ ഫയലും അതുപോലെ ഉച്ചവരെയുള്ള കളക്ഷൻ കൊണ്ട് തന്നെ 100 കോടി കടന്നിരിക്കുന്നു ദൃശ്യം 3. എമ്പുരാനാണ് 2 ദിവസം കൊണ്ട് 100 കോടി കടന്നത്. ദൃശ്യം 3 രണ്ടാം സ്ഥാനത്ത് 3 ദിവസം കൊണ്ട് 100 കോടി കടന്ന മറ്റൊരു ചിത്രം ലാലേട്ടൻ്റെ. അപ്പം ഇന്നലെ കളക്ട് ചെയ്തത്, ആദ്യ ദിവസം കളക്ട് ചെയ്തത് 50 കോടി 35 ലക്ഷം രൂപയായിരുന്നു വേൾഡ് വൈഡ്. അത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വിട്ടായിരുന്നു. രണ്ടാമത്തെ ദിവസമായി ട്രാക്കർമാർ നൽകുന്ന കണക്കും പ്രകാരം 33 കോടി 30 ലക്ഷം രൂപ കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ദിവസം 33 കോടി 30 ലക്ഷം എന്ന് പറയുന്ന വമ്പൻ കളക്ഷനാണ്. അതുപോലെ അങ്ങനെ ടോട്ടൽ 83 കോടി 65 ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കേരള കളക്ഷൻ അതുപോലെ ഓവർസീസ് കളക്ഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് കളക്ഷൻ വരുമ്പോൾ $4.65 മില്യൺ ആണ് കറക്റ്റായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 2 ദിവസത്തെ കണക്കാണ്. അതങ്ങനെയാണെങ്കിൽ 45 കോടി രൂപയോളം ഉണ്ട് എന്നുള്ളതാണ്. അതും മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. ഇനി കേരള കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിന് ആദ്യ ദിനം 11 കോടി 5 ലക്ഷം രൂപയായിരുന്നു. രണ്ടാമത്തെ ദിവസം ഇന്നലെ 9 കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 9 കോടി 85 എന്ന് പറയുന്നു, 65 എന്ന് പറയുന്നു, 9 കോടിക്ക് മുകളിൽ എന്ന് നമുക്ക് കണക്കാക്കാം. എങ്ങനെ പോയാലും 2 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നേറുന്ന കാഴ്ച തന്നെ ദൃശ്യം 3 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്ക് പുറത്തു വരുമ്പോഴും അതും വമ്പൻ മുന്നേറ്റമാണ് നടക്കുന്നത്. ഏകദേശം 4,26,630 ടിക്കറ്റാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വിറ്റത്. ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടു 5,87,000 ചില്ലാനും ടിക്കറ്റായിരുന്നു വിറ്റെങ്കിൽ ഇന്നലെ 4,26,000 ടിക്കറ്റോളം വിറ്റ് മാറി. അപ്പം 2 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 10 ലക്ഷം 1 മില്യൺ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ നിന്നും മാത്രമായിട്ട് വിറ്റു എന്നുള്ളതാണ്. മികച്ച രീതിയിൽ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഒരു ചിത്രവും ഇങ്ങനെ ബുക്ക് മൈ ഷോയിലൂടെ ഒരു തരംഗം തീർത്ത ഒരു ചിത്രമില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ലാലേട്ടൻ്റെ എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോയിലൂടെ തരംഗം തീർത്തത്. അപ്പോൾ എമ്പുരാൻ റിലീഫിന് മുമ്പാണ് വമ്പൻ കളക്ഷൻ നേടിയത്. പക്ഷേ റിലീഫ് ചെയ്ത ചിത്രങ്ങളിൽ ആദ്യ ദിനം ഇത്രയും കളക്ട് ചെയ്ത് ഇത്രയും ടിക്കറ്റ് വിറ്റത് വേറെ ഒരു ചിത്രവുമില്ല. ആദ്യ ദിവസം തന്നെ 5,87,000 ടിക്കറ്റ് എന്ന കൂറ്റൻ ലീഡുമായിട്ട് ദൃശ്യം അങ്ങനെ മുന്നേറി. രണ്ടാമത്തെ ദിവസം ആയപ്പോഴും അതിനും കുറവൊന്നുമില്ല, 4,27,26,000 ടിക്കറ്റ് വിറ്റ് മാറി. അങ്ങനെ ബുക്ക് മൈ ഷോയിലൊക്കെ ഒരു വമ്പൻ വിപ്ലവമാണ് ദൃശ്യം 3 നേടുന്നത്. സത്യം പറഞ്ഞ് ഞാൻ ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല. ഏതായാലും 3 ദിവസം കൊണ്ട് 100 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഗതി. അപ്പോൾ ഇന്നും ഏകദേശം 35-30 കോടിക്കടുത്ത് കളക്ഷൻ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് ഏകദേശം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 120 കോടി ഇന്നുകൊണ്ട് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഞായറാഴ്ച കൊണ്ട് 150 കോടിയും കിടക്കുന്ന ദൃശ്യം 3 മറ്റൊരു അത്ഭുതമായി മാറും. 5 ദിവസം കൊണ്ടൊക്കെ 150 കോടി കടക്കുന്ന ദൃശ്യം 3 മാറും. നാളെ ഞായറാഴ്ചയാണ്, പിന്നെ പറയാനില്ല, ഒരു കൊലത്തൂക്ക് തന്നെയായിരിക്കും. അപ്പം ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിശേഷങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പം പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഒക്കെ ബൈ.